everyone, welcome back to Salem Learning and heartily welcome to our English class. This is Mohammed Shaju. You can call me SJ. In this class, we are going to learn how to score full marks in diary entry. Diary entry il engane full mark vaangikka എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളെല്ലാവരും അറിയാം ഡയറി എൻട്രി നമ്മൾ ഒരുപാട് എഴുതിയതാണ് അല്ലേ. പക്ഷേ എങ്ങനെയാണ് ഇതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക അത് നമ്മളൊന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഒരു ഡയറി എൻട്രി? ഡയറി എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ റെക്കോർഡാണ് അല്ലേ. അയാൾ പേഴ്സണലി ആ ദിവസത്തെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് എന്താ ഡയറി എൻട്രി എന്ന് പറയുന്നത്. ഡയറി എൻട്രി ഇസ് എ ഫോം ഓഫ് റൈറ്റിംഗ് വെർ എൻ ഇൻഡിവിജ്വൽ റെക്കോർഡ്സ് എൻ അക്കൗണ്ട് ഓഫ് ദി ഡേ. ഒരു ദിവസത്തെ കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, എഴുതി വെക്കുന്നതിനാണ് നമ്മൾ ഡയറി എൻട്രി എന്ന് പറയാം. സോ ഇറ്റ് ഇസ് പേഴ്സണൽ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിൻ്റെ ആവശ്യമില്ല, കംപ്ലീറ്റ് സ്റ്റോറി നമ്മളൊരു ഡേൻ്റെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് മാത്രമേ നമ്മളവിടെ എഴുതി വെക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഒന്നാമത്തത്, എ ഡയറി എൻട്രി ഈസ് പേഴ്സണലൈസ്ഡ്, സോ റൈറ്റ് ഇറ്റ് ഫസ്റ്റ് പേഴ്സൺ. പേഴ്സണലാന്ന് പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയാണ്. പേഴ്സണൽ ആയതുകൊണ്ട് തന്നെ നമ്മളത് എപ്പോഴും ഫസ്റ്റ് പേഴ്സണിലാണ് എഴുതേണ്ടത് അല്ലേ. റൈറ്റ് ഇൻ ഫസ്റ്റ് പേഴ്സൺ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്താ ഈ ഫസ്റ്റ് പേഴ്സൺ? അറ്റ് ടൈംസ് യു മേ ഹാവ് ടു ലീവ് ഔട്ട് ദ പ്രോനൗൺ ഐ. ഫസ്റ്റ് പേഴ്സണിലാണ് എന്നതുകൊണ്ട് നമ്മളെപ്പോഴും അതിനകത്ത് ഐ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ ഐ എന്ന വേർഡ് സാധാരണ ഒഴിവാക്കാറാണ്. പിന്നെ എങ്ങനെ എഴുതാം? ഫോർ എക്സാമ്പിൾ, ആം റിയലി എക്സൈറ്റഡ്. ഐ എന്ന വേർഡ് യൂസ് ചെയ്യാതെ ആം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, അല്ലെങ്കിൽ വെൻ ടു ദ ബീച്ച് ടുഡേ. ഐ വെൻ ടു ദ ബീച്ച് ടുഡേ എന്ന് പറയുന്നതിന് പകരം വെൻ ടു ദ ബീച്ച് ടുഡേ. ഇറ്റ് ഈസ് നോൺ, നമുക്കറിയാം ഐ ആണ് സബ്ജക്റ്റ് എന്ന്. സോ നമ്മളവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മെൻഷൻ ചെയ്യേണ്ട എന്നേ പറഞ്ഞുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, റെഫർ ടു പേഴ്സണൽ മെമ്മറീസ് ആൻഡ് ഗിവ് ഡീറ്റെയിൽസ്. പേഴ്സണൽ മെമ്മറീസിനെ കുറിച്ചിട്ട് റെഫറൻസ് കൊടുക്കാം, അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. മെമ്മറീസ് മീൻസ് ആ ദിവസത്തെ. ഓക്കെ, നെക്സ്റ്റ് വൺ, യൂസ് കോൺവെർസേഷണൽ ആൻഡ് ഫ്രണ്ട്ലി ലാംഗ്വേജ്. ഒരു സംഭാഷണ രീതി എന്ന് വെച്ചാൽ നമ്മൾ ഡയറി നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാണാം. എല്ലാ കാര്യങ്ങളും നമുക്ക് വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരാളാണ് ഡയറി. ഈ ഡയറി ആരും എടുത്ത് വായിക്കാൻ തോന്നുന്നില്ല, പേഴ്സണൽ ഡയറിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഓപ്പണായിട്ട് ഡയറിയോട് ഷെയർ ചെയ്യാം, ഒരു ഫ്രണ്ടിനോട് എന്ന പോലെ. അതാണ് നമ്മൾ ഡയറി എൻട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിയോ ഡയറി എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോൺവെർസേഷൻ ടൈപ്പ്, ഞാൻ സംസാരിക്കുന്ന പോലെ നമുക്ക് ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? അതുപോലെ ഒരു ഫ്രണ്ട്ലി ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്യാം. ഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജ് വേണ്ട എന്നർത്ഥം. നെക്സ്റ്റ്, റെഫർ ടു പാരൻസ്, ഫ്രണ്ട്സ് എക്സെട്ര ആസ് ഹൗ യു വുഡ് അഡ്രസ് ദം ഇൻ പേഴ്സൺ. ഇപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് ഇപ്പോൾ നമ്മൾ എടൂ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഒരു പേഴ്സണൽ ചാറ്റിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. അതുപോലെ നമ്മൾ പാരൻസിനെ റെഫർ ചെയ്യാം, അതുപോലെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം, അതുപോലെ ടീച്ചേഴ്സിനെ റെഫർ ചെയ്യാം. നിങ്ങൾക്ക് ഏതിൽ ഡയറിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ മോം സെഡ്, അമ്മ പറയണം ഇന്ന് മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി ചോറ് വിളമ്പില്ല എന്ന് പറഞ്ഞിട്ട് എന്ന പോലെ നമുക്ക് സംസാരിക്കാം. ഫോർ എക്സാമ്പിൾ, രോഹിത് രോഹിത് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ. ഓക്കെ, അല്ലെങ്കിൽ ശ്വേത ജസ്റ്റ് വുഡൻ ലിസൺ ടു വാട്ട് ഐ എം സേയിങ് എന്നീ രീതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മറന്നു പോകരുത്. ഇതൊരു അതിൻ്റെ ലാംഗ്വേജിൻ്റെ ഒരു സ്റ്റൈലാണ്. നെക്സ്റ്റ്, സ്ട്രെസ് ഓൺ ഫീലിങ്സ്, ഇമോഷൻസ്, റിയാക്ഷൻസ് റാദർ ദാൻ ഓൺ ദ ഇവൻറ്റ്സ് ഇറ്റ് സെൽഫ്. കഥ പറയാതെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുക, ഇവൻറ്റ്സിന് പ്രാധാന്യം കൊടുക്കുക. ഇമോഷൻസ് അതുപോലെ ഫീലിങ്സിന്, റിയാക്ഷൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇവിടെ കഥയല്ല പറയേണ്ടത്, ഇവൻറ്റ്സ് അല്ല പറയേണ്ടത്. സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ടോപ്പിക് എന്നിട്ട് ആ ടോപ്പിക്കിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളവിടെ ആ സമയത്ത് നമ്മൾ അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ഇമോഷൻസ് എന്തൊക്കെയാണ്, ഫീലിങ്സ് എന്തൊക്കെയാണ്, റിയാക്ഷൻസ് എന്തൊക്കെയാണ്, ഇതാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഡയറി എൻട്രിയുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, യു മേ മെൻഷൻ ദ ടൈം ഓഫ് ദ ഡയറി എൻട്രി ആസ് വെൽ. നമുക്ക് അതിനകത്ത് എന്ത് പറയാം, ടൈമും കൂടെ റെഫർ ചെയ്യാം. ഡേ പറയുന്നത് പോലെ നമുക്ക് ടൈമും റെഫർ ചെയ്യാം. ഡേ, ടൈം, അതുപോലെ തന്നെ ഡേറ്റ് നമ്മൾ മെൻഷൻ ചെയ്യണം എവിടെ, ഡയറി എൻട്രിയിൽ അല്ലേ. നോക്കുക, നമുക്ക് ഫോർമാറ്റ് ടോപ്പിൽ ലെഫ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, മാർജിനോട് ചേർത്തിട്ട് നമുക്ക് എന്ത് എഴുതാം, ഡേറ്റ് എഴുതാം, ഡേ എഴുതാം, ടൈം എഴുതാം. നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച. നെക്സ്റ്റ്, ടെൻസ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ്. ഇതിനകത്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടെൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടെൻസ് ഏതൊക്കെയാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും നല്ലത് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ പിടിക്കുന്നതാണ് എപ്പോഴും നന്നാവുക. ഓക്കെ, നെക്സ്റ്റ്, റിട്ടൺ ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സാധാരണ ഫസ്റ്റ് പേഴ്സണിലാണ് അത് നറേറ്റ് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ അത് എഴുതുക. നെക്സ്റ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ബിഗിൻ ദ എൻട്രി വിത്ത് ജനറൽ സെൻറ്റൻസ് ഡിസ്ക്രൈബിങ് ദ ഡേ ഓർ യുവർ ഫീലിങ്സ്.
ഒന്നെങ്കിൽ ആ ഡേനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് ഇറ്റ് വാസ് എൻ ഇവൻറ്റ്ഫുൾ ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ ഇറ്റ് വാസ് എ ഹാപ്പി ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു തുടക്കം കൊടുക്കാം. നമ്മുടെ ആ ഒരു ഡയറി ആ ഒരു ദിവസത്തിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കണം. അതിൻ്റെ ഇമോഷൻ എന്താണെന്നുള്ളത് ആദ്യത്തെ ലൈൻ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവണം. ഓക്കെ, നെക്സ്റ്റ്, ഇൻ ദ ബോഡി യു മേ ഡിസ്കസ് ഇവൻറ്റ്സ്, യുവർ ഫീലിങ്സ് ടുവേർഡ്സ് ഇറ്റ്, ഹൗ ഇറ്റ് ലൈക്ലി ടു എഫക്റ്റ് യുവർ ഫ്യൂച്ചർ പ്ലാൻസ്. ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇനി തീരെ ഇവൻറ്റ്സ് പറയേണ്ടതല്ല, ഇവൻറ്റ്സ് പറയാം. ആ ഇവൻറ്റ്സിനോട് നമ്മൾ എങ്ങനെ പ്രതികരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് എന്താണ്, അത് പറയാം. ഓക്കെ, അത് നിങ്ങളെ എങ്ങനെ ബാധിച്ചു, അല്ലെങ്കിൽ അത് നിങ്ങളെ എങ്ങനെ ബാധിക്കും ഫ്യൂച്ചറിൽ, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, കൺക്ലൂഡ് വിത്ത് ഫൈനൽ റിമാർക്സ് ആൻഡ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മുടെ ഒരു കൺക്ലൂഷൻ ഉണ്ടാവുമല്ലോ, ആ കൺക്ലൂഡിങ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, അവിടെ ഒരു ഫൈനൽ റിമാർക്ക് ഉണ്ടായാൽ നല്ലത്. നമ്മുടെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്തായിരിക്കും ഇതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് എന്നതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടോപ്പിക്. നമ്മളോട് എന്താണ് ടോപ്പിക്കാണ് ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ട്, അല്ലാതെ എല്ലാത്തിലും നമുക്കിത് ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. കൺക്ലൂഷൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതെന്നില്ലെങ്കിൽ നമുക്ക് എനിഹൗ ഐ ആം ഗോയിങ് ടു ബെഡ് വിത്ത് എ പോസിറ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം, അവസാനിപ്പിക്കാം. ഓക്കെ, എനിഹൗ ഐ ആം ഗോയിങ് ടു ബെഡ് വിത്ത് എ പോസിറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത് നമുക്കും അത് കൺക്ലൂഡ് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ, ഇനി അതിൻ്റെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എഴുതുന്ന ബോഡി ഓഫ് ദ ലെറ്റർ എങ്ങനെയായിരിക്കുന്നത്. ഒരു ഓപ്പണിംഗ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. ഓപ്പണിംഗ് എങ്ങനെയാണ്? ബിഗിൻ യുവർ ഡയറി വിത്ത് എ ഗ്രീറ്റിംഗ് ടു യുവർ ഡയറി, ഫോർ എക്സാമ്പിൾ ഡിയർ ഡയറി, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സല്യൂട്ടേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡയറി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സല്യൂട്ടേഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡ്യൂസ് ദ ഇവന്റ്സ് ഓർ ഇമോഷൻസ് യു വാണ്ട് ടു റൈറ്റ് അബൌട്ട്, ഡിസ്കസ് ഇറ്റ് ബ്രീഫ്ലി, വാട്ട് ഹാപ്പൻഡ് ആൻഡ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യുവർ ഡോക്യുമെന്റ്. എന്ത് സംഭവിച്ചു, ആ കാര്യങ്ങൾ, ഇമോഷൻസ്, നിങ്ങളുടെ ഇമോഷൻസ് എന്താ. നമ്മൾ ആദ്യം പറഞ്ഞു ആ ദിവസം ഇറ്റ് വാസ് എൻ ഇവൻറ്റ്ഫുൾ ഡേ എന്ന് പറഞ്ഞില്ലേ, സംഭവബഹുലമായ ദിവസമായിരുന്നു, അല്ലെങ്കിൽ ഇറ്റ് വാസ് എ ഹാപ്പി ഡേ എന്നൊക്കെ പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പറയുക. അതുപോലെ നമ്മൾ എന്താണോ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്, അതെങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്തത്, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. നെക്സ്റ്റ് ബോഡിയാണ്. ആ ബോഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ഭാഗം അല്ലേ. അവിടെ നമ്മൾ ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ് ഓഫ് ദ ഡേ ഇൻ ഡീറ്റെയിൽ. ആ ദിവസത്തെ സംഭവങ്ങളെല്ലാം നിങ്ങൾ വിശദീകരിക്കുക. ഇൻക്ലൂഡ് യുവർ തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് റിയാക്ഷൻസ് to the events. You can write about the experiences, interactions and with others, things you learned or any challenges you faced. നിങ്ങൾ അവിടെ പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ചില പ്രതിസന്ധികൾ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. എല്ലാ ഡയറിയിലും ഇതെല്ലാം വരണമെന്നില്ല കേട്ടോ. പക്ഷേ ഈ സാധനങ്ങൾ ഉണ്ടാവണം. ഓപ്പണിംഗ് ഉണ്ടാവണം, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ബോഡി ഉണ്ടാവണം. നെക്സ്റ്റ് ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവണം. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ റിഫ്ലക്ട് ഓൺ ദ ഡേയ്സ് ഇവൻറ്റ്സ് ആൻഡ് ഹൗ ദേ മേഡ് യു ഫീൽ. കൺസിഡർ വാട്ട് യു ലേൺ ഫ്രം ദ എക്സ്പീരിയൻസസ് ആൻഡ് ഹൗ they might impact you in the future. This is a good place to express your thoughts, concerns and hopes for tomorrow. നാളേക്കുള്ള നമ്മുടെ കരുതലുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രതീക്ഷകൾ, ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഇവൻറ്റ്സിന് നമ്മളെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു, അത് നമ്മളെ എന്ത് പാഠം പഠിപ്പിച്ചു എന്നതൊക്കെയാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെൻഷൻ ചെയ്യേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാർഗ്ഗം, ഒരു ഏരിയ ആണ് നമ്മുടെ ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവസാനിപ്പിക്കുകയാണ് നമ്മൾ. ക്ലോസിംഗ് ആണ്. ക്ലോസിംഗിൽ എന്താണ്? എൻഡ് യുവർ ഡയറി വിത്ത് എൻ ക്ലോസിംഗ് തോട്ട്സ് ഓർ റിഫ്ലക്ഷൻ. യു ക്യാൻ സമറൈസ് യുവർ ഫീലിംഗ്സ് അബൌട്ട് ദ ഡേ or express a gratitude for something positive that happened. Sign off with your name or any nickname you prefer. നിങ്ങളുടെ സൈൻ ഓഫ് പറയുന്നതിന് മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ആം ഗോയിങ് ടു ബെഡ് വിത്ത് എ പോസിറ്റീവ് മൈൻഡ് എന്നോ അങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതിനൊന്ന് കൺക്ലൂഡ് ചെയ്യണം. ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും നല്ലത് ടോപ്പിക്കിനെ ഒന്ന് സമറൈസ് ചെയ്തിട്ട് അവിടെ പറഞ്ഞു വെക്കാം. ഇനി അവസാനം നമ്മൾ എന്ത് പറയുന്നു? യെസ്, സൈൻ ഓഫ് ചെയ്യുന്നു വിത്ത് യുവർ നെയിം അല്ലെങ്കിൽ നിക് നെയിം ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കതിനൊരു മോഡൽ നോക്കാം. ഇത് എവിടെ ഒരു മോഡൽ ഉണ്ട് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്, താഴെ ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പുറത്ത് വേണമെങ്കിൽ നമുക്ക് ടൈം എഴുതാം. എവിടെ? ഈ സ്ഥലത്ത് വേണമെങ്കിൽ നടുവിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ടൈം എഴുതാം. ഓക്കെ, 10 PM എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ അത് ഇവിടെ ഡേറ്റ് എഴുതാം, മൺഡേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾക്ക് അതിനെ കൊണ്ടുപോകാം. നെക്സ്റ്റ് ഡിയർ ഡയറി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. ടുഡേ വാസ് ക്വൈറ്റ് ഇവൻറ്റ്ഫുൾ. Okay, we had a surprise quiz in maths class and I managed to solve most of the problems correctly. It was challenging, but I felt proud of myself for being able to tackle it. Next paragraph. During the lunch break, I had a disagreement with my friend over a silly misunderstanding. It bothered me for a while. കുറച്ച് നേരം അതെന്നെ അല്ലാതെ ബോദർ ചെയ്തു. കണ്ടോ അതെങ്ങനെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, then but we talked about it and everything is fine now. പക്ഷേ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എല്ലാം ഓക്കെ ആയി.
ഇറ്റ് മെയ്ഡ് മീ റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ റിസോൾവിങ് കോൺഫ്ലിക്ട്സ്. അതെന്നെ ഒരു പാഠം പഠിപ്പിച്ചു. എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ആവശ്യകത എന്താണ് നമ്മുടെ ലൈഫിൽ? നമ്മുടെ പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം, കോൺഫ്ലിക്ട്സിനെ പ്രത്യേകിച്ചും സോൾവ് ചെയ്യാൻ എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എന്നെ പഠിപ്പിച്ചു. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നെക്സ്റ്റ് റിഫ്ലക്ഷൻ ആണ്. After school, I attended my guitar class and finally mastered that tricky code. I have been struggling for weeks. I felt like a small victory, but it brought me so much joy. അങ്ങനെ ഒരുപാട് ആഴ്ചകളായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്ന ഒരു കോഡ് ഞാൻ പഠിച്ചെടുത്തു. എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം തന്നു. അതൊരു വിജയമായിട്ട് എനിക്ക് തോന്നി. ഹാപ്പിനെസ് ഉണ്ടാക്കി. റിഫ്ലക്റ്റിംഗ് ഓൺ ദ ഡേ. റിഫ്ലക്ഷൻ എവിടെയാണ്? റിഫ്ലക്റ്റിംഗ് on today, I feel grateful for the opportunities to learn and grow. Okay, every experience, whether positive or negative, teaches me something valuable. എന്ത് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, എല്ലാം നമ്മളെ ഒരു ഗുണപാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ. അതൊക്കെ വാല്യുബിൾ ആണ് നമ്മുടെ ലൈഫിൽ. ലുക്കിംഗ് ഫോർവേഡ് ടു ടുമാറോ എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കാൻ ഒരു ക്ലോസിംഗ് ലൈൻ കൊടുത്തു. ശേഷം യുവർ സിൻസിയർലി, താഴെ യുവർ നെയിം. ഇത്രയാണ് നമ്മുടെ ഡയറി എൻട്രി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്താ പറയുക, ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് ഫുൾ മാർക്സും അറ്റൈൻ ചെയ്യാൻ പറ്റും. സോ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് തിങ്. ആൻഡ് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഡിസ്കോഴ്സ് ആണ് ഇനി ആവശ്യമുള്ളതെങ്കിൽ ഇതുപോലെ നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.